മീറ്റ് ആനക്കാട്ടിൽ അനീഷ് ആന്റണി. കേരളത്തെ ഒഴുകുന്ന ഹൈബ്രിഡ് കഞ്ചാവ് മാഫിയ. ഒരു കാലത്ത് കൊച്ചി നഗരത്തിലെ ഗുണ്ടാ കുടിപ്പക കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ഉയർന്നു കേട്ടിരുന്ന പേര് മരട് അനീഷ് ആൻഡ് സലാം കാവന്നൂർ. ഇവരുടെ ഒരു സംഘം കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 52ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള മരട് അനീഷ്. നിലവിൽ കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലായി 52 കേസുകളാണ് അനീഷിന്റെ പേരിലുള്ളത്. ഇയാൾ സ്വർണ്ണക്കടത്തിലും തട്ടിക്കൊണ്ടുപോകലിലും ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കച്ചവടത്തിലോട്ട് നീങ്ങിയിട്ടുണ്ട്. തായ്ലാന്റ്, ഫൂക്കറ്റ്, കംബോഡിയ എന്നിവ കേന്ദ്രീകരിച്ച് സലാം കാവന്നൂർ എന്ന കുപ്രസിദ്ധ ക്രിമിനലുമായി ചേർന്നാണ് മരട് അനീഷിന്റെ ഈ ലഹരി സാമ്രാജ്യം പ്രവർത്തിക്കുന്നത്. മരട് അനീഷിന്റെ അനിയൻ എന്നറിയപ്പെടുന്ന കരുൺ എന്ന ഗുണ്ടയാണ് കോഫേപോസ് ചുമത്തപ്പെട്ട സലാം കാവന്നൂർ എന്ന പ്രതിയുമായി ചേർന്ന് കംബോഡിയ വഴി കേരളത്തിലോട്ട് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത്. കൊച്ചിയിലെ പല മെട്രോ പില്ലറുകൾക്കടിയിലും കരുൺ പാർക്ക് ചെയ്യപ്പെടുന്ന വാഹനങ്ങൾക്കുള്ളിൽ ഈ ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കുന്ന ആരോപണമുണ്ട്. പണ്ട് തട്ടിപ്പുകൾക്ക് മറികടാൻ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന മരട് അനീഷ് ഇപ്പോൾ കൊച്ചിയിലെ പ്രമുഖ ഫാമിലി റെസ്റ്റോറന്റും പബ്ബുകളും കേന്ദ്രീകരിച്ചാണ് ഇടപാടുകൾ നടത്തുന്നത്. അനീഷ് ബൗൺസർമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രമുഖ പബ്ബിൽ വെച്ചിട്ടാണ് പെൺകുട്ടികളെ പ്രണയ ചതികളിലും ലഹരിക്കെണികളിലും പെടുത്തുന്നത്. ഇതിനായി AAA ഗ്രൂപ്പിലെ പട്ടിക്കള്ളൻ സെബിൻ ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പബ്ബിൽ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. 3 മണിക്കാണ് സെബിൻ എന്ന് പറയുന്ന ആള് എത്തിയത്. പിന്നെ സ്വാഭാവികം അറിയാലോ, ഒരു കിസ് അങ്ങ് അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്ഷലി ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങേറ് റൂമിൽ നിന്ന് പോയ ശേഷം പിന്നെ ഈ ഒരു സമയം വരെ അങ്ങേറ് എന്നെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ സെക്ഷലി ഓരോ പെൺപിള്ളേർ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഫ്രണ്ട്സിനെല്ലാം വിളിച്ചതും അവരെല്ലാവരും സെബിനെ കുറിച്ച് റോങ് ആയിട്ടാണ് പറഞ്ഞത്. സലാം കാവന്നൂരിന്റെ അന്താരാഷ്ട്ര കണ്ണികളും സഹായികളും ഉണ്ട് ഇതില്. വിലക്കുകൾ ഉണ്ടായിട്ടും നേപ്പാൾ വഴി കൊച്ചിയിലെത്തി ലഹരി ഇടപാടുകൾക്ക് ഇയാൾ നേരിട്ട് നേതൃത്വം നൽകുന്നു. മാനു എന്നറിയപ്പെടുന്ന മങ്കട നിഷാദ്. വിദേശ രാജ്യങ്ങളിലേക്ക് നിരന്തര യാത്ര ചെയ്യുന്ന ഇയാളുടെ പങ്ക് കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ വലിയ ലഹരി മാഫിയെ വിളിച്ചെത്താക്കും. കേരളത്തിലെ ഹൈബ്രിഡ് കച്ചവടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ജൗഹർ. സലാം കാവന്നൂരിന്റെ വലങ്കയ്യ ഇയാളാണ് കേരളത്തിലെ ഹൈബ്രിഡ് വിപണനത്തിന് പിന്നിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈ എയർപോർട്ടിൽ പിടിയിലായ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടക്ക് പിന്നിലും ജൗഹറിന്റെ കൈകളുണ്ട്. നാടിന് ഭീഷണിയായ AAA എന്ന ആനക്കാട്ടിൽ അനീഷ് ആന്റണിയുടെ ഈ ഗ്രൂപ്പ് AAA നടത്തുന്ന ലഹരി ഇടപാടുകളെ മൂടിവെക്കാനും അവരെ വെള്ളപൂശാനും മരട് അനീഷിനെ സാന്റയുടെ വേഷം അണിയിപ്പിക്കാനും സാജൻ സെക്രട്ടറി അടങ്ങുന്ന മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ്. AAAയുടെ മാസ് റീല് കണ്ട് ജീവിതം നശിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്. AAA എന്ന ഈ ലഹരി മാഫിയയുടെ കൂടി ജീവിതം പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇനി വളർന്നു വരുന്ന എന്റെ അനിയന്മാരടങ്ങുന്ന ജനറേഷൻ ഉണ്ട്. ഞാനടങ്ങുന്ന തലമുറയിലുള്ള എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഇനി പറയാനുള്ളത്, ഗുണ്ടകളെ ആരാധിക്കരുത്. ആദ്യം പഠിക്കേണ്ടത് അതാണ്. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും.